സുവിശേഷം വളരെ വ്യത്യസ്തമായ ആശയം പങ്കിട്ട് തരികയാണ്. രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കുന്നവരെ സുവിശേഷത്തിൽ നാം കാണുന്നു. ഒന്നാമത് ലോകത്തിൻ്റെ അബ്സേർഡിറ്റിയിൽ ജീവിക്കുന്ന രാജ്യം. രണ്ടാമത് സത്യത്തിന് സാക്ഷി നൽകി വരുന്ന ക്ലിയർ കട്ട് ആൻസർ നൽകുന്ന ലോകത്തിൻ്റെ അബ്സേർഡിറ്റി എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവിനെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ട്രാൻസെൻഡൻസിയുടെ ദൃശ്യയിലിട്ട് മറച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ആ ട്രാൻസെൻഡൻസി അവർക്ക് ആവശ്യമാണ് അവരുടെ പല പ്രവൃത്തികൾ ചെയ്യാൻ. അവിടേക്കാണ് യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ പ്രബോധനങ്ങളും ചോദ്യങ്ങളും ജീവിതശൈലികൾ അവരെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയാണ്. ആരാണിവൻ എന്നുവരെ ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ പ്രബോധനം എന്താ ഇങ്ങനെ? എന്താണ് ഇവന് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇവൻ്റെ പ്രബോധനങ്ങൾ കഠിനമാണെന്ന് വരെ സുവിശേഷത്തിൽ നാം ഉടനീളം കാണുന്നുണ്ട്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഒരിക്കലും കഠിനമായിരുന്നില്ല. അത് വളരെ ക്ലിയർ ആയിരുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവൻ്റെ ഒപ്പം, ജീവിതത്തിൻ്റെ ഉറവ് ഞാൻ തന്നെയാണ്, ഞാനാണ് നല്ല ഇടയനെന്ന്. ഇവിടെയല്ല എന്ത് അബ്സേർഡിറ്റിയാണ് നാം കാണുന്നത്. ഇവിടെ യേശുവിൻ്റെ അബ്സേർഡിറ്റി അല്ല, ജനങ്ങളുടെ അബ്സേർഡിറ്റി നാം കാണുന്നത്. അവർക്ക് യേശുവിൻ്റെ പ്രബോധനം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഹൃദയം അത്ര കഠിനമായിരുന്നു. നോമ്പിൻ്റെ വസന്തകാലത്തായിരിക്കുന്നു നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, എൻ്റെ ഹൃദയം തുറന്നറിയണം. അങ്ങനെ നിർമ്മലമായ ഹൃദയമായി ജീവിക്കാൻ, അങ്ങേ സ്വീകരിക്കുവാനും പ്രഭുവിനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുവാനും എന്നെ സഹായിക്കണമേ. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.